ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിക്കുന്നതായി കണക്കുകൾ. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 88.6% ഇറക്കുമതിയാണ് നടത്തിയത്. ഇന്ത്യയിൽ ഇന്ധന ഡിമാൻഡ് സ്ഥിരതയോടെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ആവശ്യം ഉയരുകയാണ്. ഇന്ത്യയുടെ മണ്ണിനടിയിലുള്ള ക്രൂഡ് ഓയിൽ ഉറവിടങ്ങൾ തേടിയുള്ള ഒരു ഹണ്ട് തന്നെയാണ് ഇന്ത്യ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ അത്തരത്തിലൊരു വേട്ട തുടങ്ങിയേക്കും. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ അമിതമായി ആശ്രയിക്കുന്നതിന്റെ അപകടം അത് കേന്ദ്രം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വലിയ റിസർവ് കണ്ടെത്തി കഴിഞ്ഞാൽ ഗൾഫ് നാടുകളിൽ നിന്നടക്കമുള്ള ഇന്ധന ഇറക്കുമതിയെ കൂടുതൽ ആശ്രയിക്കുന്നത് നമുക്ക് കുറയ്ക്കാനായി സാധിക്കും. ഉടനടി ഖനനം നടത്തി അത് പുറത്തെടുക്കുകയല്ല, പകരം പഴയ ഡാറ്റകൾ അനുസരിച്ച് ഭൂമിക്കടിയിലുള്ള ക്രൂഡ് ഓയിലിന്റെ ശേഖരം അത്യാധുനിക സാങ്കേതിക യിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പ്രാരംഭ ശ്രമമെന്ന രീതിയിൽ ആ നിരക്കിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. 24 കോടിയിലേറെ ബാരൽ ക്രൂഡ് ഓയിൽ ഭൂമിക്കടിയിൽ കിടക്കുന്നുണ്ട്. ബംഗാളിൽ BJP സർക്കാർ എണ്ണ കുഴിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വന്നതും ഇതിന് പിന്നാലെയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഉൽപാദനം പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ കൂടുതൽ സജീവമാക്കി തന്നെയാണ് കേന്ദ്രം നിലനിർത്തുന്നത്. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലുള്ള അശോക് നഗർ എണ്ണപ്പാടമാണ് വർഷങ്ങൾക്ക് ശേഷം സർക്കാർ വീണ്ടും തുറക്കാൻ ഒരുങ്ങുന്നത്. പൊതുമേഖലാ എണ്ണ കമ്പനിയായിട്ടുള്ള ONGC 2018 ഇവിടെ വാണിജ്യ സാധ്യത കണ്ടെത്തിയത്. 2020 താൽക്കാലികമായി ഉൽപ്പാദനം തുടങ്ങിയെങ്കിലും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ചില പ്രാദേശിക തർക്കങ്ങളും രാഷ്ട്രീയ എതിർപ്പുകളും കാരണം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം മുറുകുന്ന സാഹചര്യത്തിൽ ഇന്ധന ലഭ്യതയിലും വിലക്കയറ്റത്തിലും ഇന്ത്യ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ കൂടിയാണ് ബംഗാളിലെ എണ്ണശേഖരം വീണ്ടും ചർച്ചയായി മാറുന്നത്. ഇവിടെ ഉൽപ്പാദനം തുടങ്ങിയാൽ ഒരു പരിധിവരെ ഇന്ത്യക്ക് അത് വലിയ ആശ്വാസമാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ 2024 ലോകത്തെ ഓയിൽ ഡിമാൻഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ ഒന്നാമതെത്തിയതുകൊണ്ട് തന്നെ ചൈനയെ മറികടന്നുകൊണ്ട് ഇന്ത്യ ഇത്തരമൊരു നേട്ടത്തിലേക്ക് കടന്നപ്പോൾ മറുഭാഗത്ത് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത്. ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾ, LNG ട്രക്കുകൾ എന്നിവയുടെ ഉപയോഗം അവർ വർദ്ധിപ്പിച്ചു. ഗ്യാസോലിൻ, ഡീസൽ എന്നിവയുടെ ഡിമാൻഡ് കുറഞ്ഞു. ഇതേസമയം ഇന്ത്യയിലാകട്ടെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഇന്ധന ഉപഭോഗമാകട്ടെ കുതിച്ചുയർന്നു. ഇതിനൊക്കെ ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് ഇതിലൂടെ സാധിക്കുമെന്നാണ് നിലവിൽ വിശ്വസിക്കുന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.